ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഷാനവാസിനെ കുറിച്ച് ആദില നൂറ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നൂറയല്ല, ആദിലയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അതായത് ഈ പറയുന്ന ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന രീതിയിൽ ലാലേട്ടൻ്റെ മുമ്പിൽ പറയുകയും അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതായത് ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതായത് പെങ്ങൾ ആങ്ങള പാസം അത് കട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഈ ആദില പറഞ്ഞ ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഷാനവാസ് ഇന്നലെ നൈറ്റിൽ അവിടെ ഇങ്ങനെ ഊഞ്ഞാലയിൽ ഇരുന്ന് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് പറയുകയാണ്, എനിക്ക് ആ പറഞ്ഞതിൽ പ്രതിഷേധമുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് ചർച്ച ചെയ്യാനായിട്ട് നിങ്ങൾ ഇട്ടുകൊടുത്തതാണ് എന്ന രീതിയിലും പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ നെഞ്ചത്ത് കയറി കടാര കുത്തിയ പോലെ ആയിരുന്നു ലാലേട്ടൻ അത് പറഞ്ഞപ്പോൾ, എൻ്റെ ചങ്ക് പൊട്ടിപ്പോയിരുന്നു എന്ന രീതിയിൽ ഈ ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് ഈ ഷാനവാസ് പറയുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്നെ അത് വളരെയധികം വേദനിപ്പിച്ചു എന്നും ഷാനവാസ് പറയുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് അത് പറയുമ്പോൾ അത് വേറൊരു രീതിയിലാണ് പുറത്തു പോകുന്നതെന്നും ഈ ഷാനവാസ് പറയുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാർ ഫാമിലി റൗണ്ടിൽ വന്നപ്പോൾ എന്നോട് താങ്ക്സ് പറഞ്ഞു, അതോടൊപ്പം തന്നെ കുട്ടികളെ നോക്കിക്കോണേന്നും എന്നോട് പറഞ്ഞിട്ടാണ് പോയത് എന്നും ഷാനവാസ് പറയുന്നുണ്ട്. അത് ഈ പറയുന്ന ഷാനവാസിനെ കുറിച്ചൊരു മെയിൽ സോവനിസ്റ്റാണ് എന്ന രീതിയിലൊക്കെ അതിലേക്ക് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാളെ എടി പോടാന്ന് വിളിക്കുന്നത് മറ്റുള്ളവർ എടി പോടാന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഷാനവാസ് മാത്രം ഒരു മെയിൽ സോവനിസ്റ്റാണ് അങ്ങനത്തെ ഒരു ചിത്രീകരണത്തിലേക്ക് കൊണ്ടുപോകണ്ടായിരുന്നു. അതിന് അതിൽ പറയുന്നത് പുറത്തങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, ഉള്ളിലും പലരും പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളിലും പുറത്തൊക്കെ പലരും പറഞ്ഞോട്ടെ, പക്ഷേ ഇവരൊരു ആങ്ങളെയെന്ന് കണ്ട ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അത് കേട്ടപ്പം ഒരു ഇത് തോന്നിയിട്ടുണ്ട്. കാരണം ഷാനവാസിനെ കുറിച്ച് അങ്ങനെ ഒരു മെയിൽ സോവനിസ്റ്റാണ് അങ്ങനെയാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ പുള്ളിക്ക് എന്താ പറയുക, ഒരു ഈഗോ ഉണ്ട്. ആ ഒരു കാര്യമൊക്കെയാണ് പുള്ളിക്കുള്ളത്. അല്ലാതെ ഇങ്ങനെ മെയിൽ സോവനിസ്റ്റ് അങ്ങനത്തെ ഒരു വലിയ രീതിയിലൊന്നും കൊണ്ടുപോയി അതിനൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.